നമുക്ക് പ്രാർത്ഥിക്കാം. സ്ത്രീ പ്രസവിച്ച മനുഷ്യന്റെ ജീവിതത്തിൽ പാളകാലവൽപ്പവും അരിഷ്ടതകൊണ്ട് നിറഞ്ഞിരിക്കുന്നതുമാവുന്നു. അവൻ പൂ പോലെ ഉണ്ടായിപ്പൊഴിഞ്ഞു പോകുന്നു, ഒരു നിഴൽ പോലെ ഓടിപ്പോകുന്നു, ഒരു സ്ത്രീ ജീവനോടിരിക്കുമ്പോഴും ഞങ്ങൾ മരണത്തിലിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം കർത്താവേ, ഞങ്ങൾ നിന്നിൽ നിന്നല്ലാതെ പിന്നെ ആരിൽ നിന്നും സഹായം അന്വേഷിക്കേണ്ടു. കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കരുണയുള്ള ചെവികൾ അടച്ചു കളയരുത്. എന്നാൽ ഞങ്ങളോട് കനിവുണ്ടാകണമേ. മഹാപരിശുദ്ധനായ കർത്താവേ, മഹാശക്തിയുള്ള ദൈവമേ, പരിശുദ്ധതയും കരുണയുമുള്ള രക്ഷിതാവേ, മഹായോഗ്യനും നിത്യനുമായ വിധികർത്താവേ, ഞങ്ങളുടെ അന്ത്യനാഴികയിൽ ഞങ്ങൾ യാതൊരു മരണവേദന കൊണ്ടും നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ സമ്മതിക്കരുത്. ശവക്കുഴികൾക്ക് പ്രത്യാശയുടെ കിടക്കയായി ശുദ്ധീകരിച്ച കർത്താവായ യേശു ക്രിസ്തുവേ, ദയവായി നിശബ്ദരായിരിക്കുന്നതിന് ആരാധനയാണ്. ദയവായി നിശബ്ദരായിരിക്കണം. പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന നിന്നിൽ ഈ കുഞ്ഞ് സ്വസ്ഥത അനുഭവിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കുഴി കുഞ്ഞിന്റെ ശരീരത്തിന് ഒരു വിശ്രമ സ്ഥലമായി തീരുവാൻ കൃപയിരണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് പുതുജീവനേകി മടങ്ങുകയാണ് കുഞ്ഞ് മാലാഖ. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മറന്നു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടക്കുകയാണ്. ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. രഘു കണ്ടു നിൽക്കാൻ കഴിയാത്തത്ര ദുഃഖഭരിതമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടത്തെ ദേഹത്തിൽ പാത്രത്തിൽ എന്റെ വേദത്തിൽ സാധ്യത്തിൽ വിളിക്കും നേരം കാണുമെൻ പേരു വിളിക്കും നേരം അവയവദാനത്തിൻ്റെ മഹത്തായ മാതൃകയായി മാറിയ കുഞ്ഞ് ആലിൻ ഷെറിൻ മടങ്ങുകയാണ്. 4 കുരുന്നുകൾക്ക് പുതുജീവനേകിക്കൊണ്ടാണ് ആലിൻ മടങ്ങുന്നത്. സെയിൻറ് തോമസ് പള്ളിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്.
കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നാടാകെ ഒന്നുചേരുന്നു. അതേസമയം കുടുംബത്തിൻ്റെ തീരുമാനത്തെ എല്ലാവരും പിന്തുണയ്ക്കുന്നു. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ശബ്ദം കേട്ടത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു എന്ന് ആത്മാവ് പറയുന്നു. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റു പറയാം. ദൈവം പ്രകാശ സത്യദൈവത്തില്ല സത്യദൈവം കൊണ്ടവൻ മത്സരമുണ്ടായി നമുക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടു, കഷ്ടപ്പെട്ടു, അടിക്കപ്പെട്ടു. തിരുവനന്തപുരം സുഖത്തിനേറ്റു, സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുത്തെ ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ വിൽപ്പാൻ മതത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്നവനും ഞാനോട് ബന്ധപ്പെടുന്നവനും പ്രവാചകരുടെ പ്രതീക്ഷനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. അതുല്യ പുസ്തകമായ വിശ്വത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പാവമോചനത്തിലുള്ള വിശ്വസിക്കുന്നു. ഒരുപാട് ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു.